ടൗണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ നമ്മുടെ വാഹനം ഫോക്സ്വാഗൻ്റെ പോളോ ആണ്. പോളോ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് GT അല്ലാത്ത വാഹനം ഉണ്ടോന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാഹനമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയാണ്. ഹൈലൈൻ പ്ലസ് ആണ്, ടോപ്പ് എൻഡിൽ നിൽക്കുന്ന വണ്ടിയാണ്. 2020 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. കിലോമീറ്റേഴ്സാണ് അടുത്തൊരു ഹൈലൈറ്റ്. ജസ്റ്റ് 29,000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയേക്കണം. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോളോ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കൂടി തന്നെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടുവരാം, ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പോളോ ആണ്. പോളോ TSI ആണ്. ഹൈലൈൻ പ്ലസ് ഓപ്ഷനിൽ വന്നേക്കണം. നല്ല ക്ലീൻ പീസ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് 29,000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയേക്കണ വണ്ടിയാണ്. പിന്നെ മാനുവൽ ഓടിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാവുന്ന പോളോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ GT ഉണ്ടോ എന്ന് ചോദിക്കേണ്ടായി. പക്ഷേ GT നമ്മൾ ഇട്ടിട്ടുണ്ടായി. ഇതിനു മുമ്പും ഒരു GT തൊട്ട് 2-3 വീഡിയോ ബാക്കിലേക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള GT ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനുള്ളവർ എന്തായാലും ആ വീഡിയോ എടുത്ത് കണ്ടേക്കാം. ഞാൻ വേണമെങ്കിൽ മുകളിൽ കാർഡിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ വാഹനം ജസ്റ്റ് ഒന്ന് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫസ്റ്റ് നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് ഒന്ന് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല ക്ലീൻ പീസായിട്ട് നിൽക്കുന്ന ആ ഒരു ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് വീലാർസിലേക്ക് പോയേക്കാം. വീലാർസൊക്കെ ഇവിടെയാണ് മെയിനായിട്ട് നമുക്ക് വണ്ടികൾക്കൊക്കെ സ്ക്രാച്ചൊക്കെ വരാറ്. ഇവിടെ നീറ്റായിട്ട് നിൽക്കണം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ നിൽക്കുന്ന അലോയ്സ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ലിഡിലേക്ക് വരാം. ലിഡായാലും പക്ക നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ലാമ്പ് നോക്കാം. ലാമ്പും നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ നമുക്ക് എയർ ഡാമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എയർ ഡാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. ഇവിടെ അലോയ്സൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ലാമ്പും ഇവിടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും മിറേഴ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. 2 ഡോറായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നത് അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇവിടെ എടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റും. ആൻറ്റിന നിൽക്കുന്നുണ്ട്. റൂഫൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ TSIയുടെ ബാഡ്ജിൽ നിൽക്കുന്നുണ്ട്. ഫോക്സ്വാഗൻ്റെ ബാഡ്ജിൽ നമുക്കിവിടെ കാണാം. പോളോൻ്റെ ബാഡ്ജിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ബമ്പേഴ്സ് ആയാലും നീറ്റായിട്ട് ഇങ്ങനെ ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു നമുക്കിവിടെ കാണാൻ പറ്റും. 2 ഡോറിലേക്കും വരാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോസിന് ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പവർ വിൻഡോസ് കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ഡോറിൻ്റെ ലോക്ക് അൺലോക്കും ORVM കൺട്രോൾ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സും നോക്കാം. സീറ്റ്സൊക്കെ സ്റ്റോക്ക് സീറ്റ്സ് തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇൻറ്റീരിയേഴ്സിന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ബാക്കി മാനുവലാണ്, TSI ആണ്. അതേപോലെ തന്നെ ഇവിടെ എയർ ബാഗ് സപ്പോർട്ട്, കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിംഗിൽ കിട്ടുന്നുണ്ട്. 25,000 കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ ഡോർ പാഡ്സും നല്ല ഭംഗി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് നോക്കാം. ബാക്കിലേക്ക് നമുക്ക് സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നോക്കി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെയും ഡോർ പാഡ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന കാണാൻ പറ്റും. അതേപോലെ ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളും കാണാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. AC-യുടെ വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോളോ. നമുക്ക് ലിഡ് നപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ലിഡ് നപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനമാണ് പോളോൻ്റെ എഞ്ചിൻ റൂം. എഞ്ചിൻ റൂം നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ നമുക്കിവിടെ കാണാം. എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടോ നോക്കിയാൽ നമ്മുടെ ഷോറൂമിൽ പുത്തൻ വാഹനം എങ്ങനെ കാണണേ അതേപോലെ തന്നെ ഇരിക്കില്ലേ നോക്കി. ഒരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല. പേസ്റ്റിങ് നോക്കാം. പേസ്റ്റിങ് നല്ല നീറ്റായിരിക്കും. പേസ്റ്റിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ലിഡിലേക്ക് പോകാം. ലിഡായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും പേസ്റ്റിങ് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കുന്നത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട്. കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് നമുക്ക് വരുന്നത്. നീറ്റാണ് വാഹനം. അതേപോലെ പാർസൽ ട്രേ ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പാർസൽ ട്രേ കിട്ടുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് സ്പെയർ വീലിലേക്ക് നോക്കാം. സ്പെയർ വീൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. സ്പെയർ വീൽ ഇവിടെ ഫുള്ള് ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് കിട്ടുന്നുണ്ട്.
ടൂളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 29,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന ഹൈലൈൻ പ്ലസ് ആണ്, TSI വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോളോ. അപ്പോൾ മാനുവൽ ഓടിക്കാൻ താല്പര്യമുള്ളവർ, പോളോ വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഈ വാഹനം എടുക്കാവുന്നതാണ്. കാരണം കാര്യമായിട്ടുള്ള ഓട്ടോ ഒന്നുമില്ല, പിന്നെ നല്ല വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയും കൂടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോളോ. നമുക്കിൻ്റെ റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു പോളോൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 9 ലക്ഷം രൂപയുള്ളൂ. നെഗോഷ്യബിൾ പ്രൈസാണ്. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വോയിസോ മെസ്സേജോ വാട്സാപ്പിൽ അയച്ചേക്കാം. റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പോളോൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.